ഇന്ത്യയിലെ ആദ്യ HMPV വൈറസ് ബാംഗ്ലൂരിൽ 8 മാസം പ്രായമായ കുഞ്ഞിനാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടിക്ക് വിദേശയാത്രാ പശ്ചാത്തലമില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം. പരിശോധനയിൽ കുഞ്ഞിന് പോസിറ്റീവാണെന്ന് കർണാടക ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചു. വിവരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ അറിയിച്ചെന്ന് കർണാടക വ്യക്തമാക്കി. ബാപ്റ്റിസ്റ്റ് ആശുപത്രിയിലാണ് കുട്ടിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കുഞ്ഞിന് HMPVയുടെ ഏത് വകഭേദമാണ് ബാധിച്ചിരിക്കുന്നതെന്നടക്കം വ്യക്തമാക്കിയിട്ടില്ല. സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം ആവർത്തിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പൊതുജനാരോഗ്യത്തിന് ഹാനികരമാകും വിധം ഭക്ഷ്യസുരക്ഷാ നിയമം ലംഘിച്ച 23 റെസ്റ്റോറന്റുകൾ 2024 അടിച്ചുപൂട്ടിയതായി അബുദാബി ഫുഡ് കൺട്രോൾ അതോറിറ്റി അറിയിച്ചു. അബുദാബി അലൈൻ അൽതഫ്ര മേഖലകളിലാണ് റെസ്റ്റോറന്റുകൾ പൂട്ടിച്ചത്. നിയമലംഘനം കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകും. ആവർത്തിക്കുന്നവർക്ക് കർശന താക്കീത് നൽകും. 3 തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും പ്രശ്നം പരിഹരിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്ഥിരീകരിച്ചിരിക്കുന്നത്. അബുദാബി കൃഷി ഭക്ഷ്യസുരക്ഷാ അതോറിറ്റി അറിയിച്ചു. യമനിൽ കൊലക്കേസ് പ്രതിയായി ജയിലിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിയായ നഴ്സ് നിമിഷ പ്രിയയുടെ വധശിക്ഷ യമൻ പ്രസിഡന്റ് ശരിവച്ചിട്ടില്ലെന്ന് യമൻ എംബസി. വധശിക്ഷ യമൻ പ്രസിഡന്റ് ഡോക്ടർ റാഷിദ് അൽ അലീമി അംഗീകരിച്ചിട്ടില്ലെന്ന് ന്യൂഡൽഹിയിലെ യമൻ എംബസി വ്യക്തമാക്കി. നിമിഷപ്രിയയുടെ കേസ് നടന്നത് ഹൂതി നിയന്ത്രണത്തിലുള്ള മേഖലയിലാണ്. കേസ് കൈകാര്യം ചെയ്തതും ഹൂതികളാണ്. ദുബായ് അലൈൻ റോഡിൽ അപകടം. തിങ്കളാഴ്ച നഗരത്തിലെ പ്രധാന ഹൈവേകളിലൊന്നിൽ വാഹനാപകടത്തിലേക്ക് കുറിച്ച് ദുബായ് പോലീസ് വാഹനം ഓടിക്കുന്നവർക്ക് മുന്നറിയിപ്പ് നൽകി. ഔട്ട്ലെറ്റ് മാളിന് ശേഷം ദുബായ് അലൈൻ റോഡിൽ അഥവാ E66ലാണ് സംഭവം. റൂട്ടിലെ തിരക്ക് കാരണം വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് അതോറിറ്റി നിർദ്ദേശിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ ആകർഷിക്കാനുള്ള നഗരങ്ങളുടെ കരുത്ത് വിലയിരുത്തി തയ്യാറാക്കുന്ന പവർ സിറ്റി സൂചികയിൽ മേഖലയിൽ ദുബായ് ഒന്നാമത്. 2024 ഗ്ലോബൽ പവർ സിറ്റി ഇൻഡസ്ട്രിയിൽ പ്രദേശ തലത്തിൽ 1-ാം സ്ഥാനവും ആഗോളതലത്തിൽ 8-ാം സ്ഥാനവുമാണ് ദുബായ് കരസ്ഥമാക്കിയത്. തുടർച്ചയായി 2-ാം വർഷമാണ് നഗരം ഈ നേട്ടം കൈവരിക്കുന്നത്. ജപ്പാനിലെ മോറി മെമ്മോറിയൽ ഫൗണ്ടേഷന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അർബൻ സ്ട്രാറ്റജിക് പുറത്തിറക്കിയ റാങ്കിങ്ങിൽ ആദ്യ 10-ൽ ഇടം നേടുന്ന ആദ്യത്തെ പശ്ചിമേഷ്യൻ നഗരവും ദുബായ് മാറി.